ഹലോ ഗെയ്സ്, നമുക്കിന്നേ മാങ്ങ കൊണ്ട് അടിപൊളിയൊരു മുട്ടായി ഉണ്ടാക്കട്ടോ. ഇതിപ്പോൾ ഞാൻ മാങ്ങൻ്റെ സിറപ്പൊക്കെ റെഡി ആയിട്ട് ഇതിക്ക് ഒഴിക്കണം കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒരു ഐസ് ക്യൂബിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഇതിങ്ങനെ ഒഴിച്ചപ്പോഴേ സോഫ്റ്റായിട്ടാട്ടോ കിട്ടിയത്. കൈ കൊണ്ട് കുറച്ച് കുഴഞ്ഞ രൂപത്തിലായിരുന്നു ഇങ്ങനെ ഒഴിച്ചപ്പോൾ. ഇതൊന്നുകൂടി കുറുക്കിയപ്പോൾ നല്ല മുട്ടായിൻ്റെ അതേപോലെ കിട്ടിട്ടോ. ചോക്ലേറ്റ് മുട്ടായിൻ്റെ പോലെ കിട്ടി. കഴിക്കാൻ നല്ലൊരു നാരങ്ങ മുട്ടായിൻ്റെ പോലെ നല്ല ടേസ്റ്റാണ്. ആ മാങ്ങൻ്റെ മുട്ടായി നല്ലൊരു ടേസ്റ്റാട്ടോ. പച്ചമാങ്ങയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ 2 മാങ്ങ കൊണ്ട് അപ്പോൾ ഉണ്ടാക്കിക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ മുട്ടായിയൊക്കെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. വെറും പഞ്ചസാരയും മാങ്ങൻ്റെ സിറപ്പും മതി കേട്ടോ അതിന്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞ് ബെല്ലൈക്കണം ഒന്ന് അടിച്ചിട്ടേ, അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും കേട്ടോ. ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ട്രേയിലേക്ക് ഒഴിച്ച് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടോ. അങ്ങനെ ഗേസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തപ്പോഴേ ഒന്ന് സോഫ്റ്റായ മുട്ടായി ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. ഒരു അലുവ ഷേപ്പിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വേവിച്ചപ്പോൾ അത് മുട്ടായിൻ്റെ ഷേപ്പ് കിട്ടിട്ടോ. ഇതൊന്നും കൂടി ഒന്ന് വറ്റിക്കാണ്ട് അപ്പോൾ അതിൻ്റെ പാകം മനസ്സിലായത്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിപ്പോൾ ഇതിന് 2-3 മാങ്ങ പച്ചമാങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തിയിട്ടേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ്, അധികം വെള്ളം ഒഴിക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം കേട്ടോ. ജ്യൂസാക്കി എടുക്കാം. അത് നമുക്കേ ഒരരിപ്പിലൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗേസ് നമ്മുടെ പച്ചമാങ്ങയൊക്കെ നല്ലോണം മിക്സിയുടെ ജാറിൽ ജ്യൂസാക്കി എടുത്തിട്ടേ നമുക്ക് ഇങ്ങനത്തെ ഒരു അരിപ്പിയിൽ അരിച്ചിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ആ നീര് നമുക്ക് ഒരു തുണിയിലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ പൾപ്പ് തീരെ പെടാൻ പറ്റില്ല കേട്ടോ. അതൊട്ടും അതിൽ പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു കനല്ലാത്തൊരു തുണിയിൽ ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ, അപ്പോഴേ ശരിയാവുള്ളൂ. ഇതിൻ്റെ പൾപ്പ് പെടാൻ പറ്റില്ല. ഇത് നന്നായി ഇളക്കി അതിൻ്റെ പൾപ്പൊക്കെ ഒഴിവാക്കിയിട്ടേ നമുക്കതിൻ്റെ സിറപ്പ് മാത്രം മതി കേട്ടോ. ഇങ്ങനെ തുണിയിൽ തന്നെ അരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ. അങ്ങനെ അതൊക്കെ അരിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിൽ വെക്കാം. അല്ല, ഈ പൾപ്പൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഇതൊന്നും അതിലിട്ടാൽ മുട്ടായി ശരിയാവില്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, ബൗളിലേക്ക് ഒഴിച്ച് വെക്കട്ടോ. അതിൻ്റെ സിറപ്പൊക്കെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് അല്ലേ. പച്ചമാങ്ങ അടിച്ച് തന്നെ ഒരു മഞ്ഞ കളറുണ്ട് കേട്ടോ. അങ്ങനെ ഗേസ് അതൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഉരുക്കിയെടുക്കണം. ഇതിക്കിപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിക്കണത്. ഞങ്ങൾക്ക് പുളി അധികമല്ല മാങ്ങ, ഇതധികം പുളിയില്ലാത്ത മാങ്ങയുണ്ട്. അധികമല്ല പുളിയില്ല മാങ്ങയാണെങ്കിലേ മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. മാങ്ങൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾ മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ടോ മാങ്ങ മുട്ടായി ഉണ്ടാക്കാൻ. നല്ലൊരു ടേസ്റ്റാണ് ഈ മുട്ടായി.
അങ്ങനെ ഇതൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സിറപ്പായി ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് ഉരുകി വരട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടാണ് തന്നെ ശരിയാക്കണം കേട്ടോ. ലോ ഫ്ലെയിമൊന്നും ആക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഉണ്ടാക്കുക. അങ്ങനെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പം നമ്മളെ സിറപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കട്ടോ. പഞ്ചസാരയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഒക്കെ ഉരുകി നൂൽപ്പരുവാകുമ്പോഴേ നമുക്ക് സിറപ്പായി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഗേസ്, ഈ മാങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങൾ മാങ്ങ കൊണ്ട് ഇങ്ങനെ മിഠായി ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പാസം അങ്ങനെ ഗേസ് ഇതങ്ങനെ ഇളക്കി നല്ലോണം തിളച്ച് വരട്ടോ. അതൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. ഈ മാങ്ങ മുട്ടായി നല്ല നമ്മളെ നാരങ്ങ മുട്ടായി ഉണ്ടാവുമല്ലോ കടയിൽ നിന്ന് കിട്ടണേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. മാങ്ങൻ്റെ ആ പുളി നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ പേടിക്കാതെ കഴിക്കാം. വേറൊന്നും ഇതിൽ കൂട്ടില്ല. നമ്മൾ പഞ്ചസാരയും മാങ്ങൻ്റെ ജ്യൂസും മാത്രമേ കൂട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് മാങ്ങൻ്റെ സിറപ്പ് പാർന്ന് കൊടുക്കാം കേട്ടോ. ഒരു നൂൽപ്പരുവാകുമ്പോഴേ മാങ്ങൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ഈ മാങ്ങയുടെ സിറപ്പ് പൊടി ഒഴിച്ചിട്ടേ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് വേണ്ട ഇളക്കാൻ. ഞങ്ങൾക്കൊന്ന് തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ച് വരുമ്പോഴേ ആ പഞ്ചസാരൻ്റെ അയിക്കൊക്കെ ഇതിലിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഗൈസ് പഞ്ചാരയൊക്കെ നന്നായി തിളച്ച് നമ്മൾ മാങ്ങൻ്റെ സിറപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു മഞ്ഞ കളറല്ലേ, ആ പഞ്ചസാരൻ്റെ അഴുക്കാട്ടോ കാണുന്നത്. ആ മാങ്ങൻ്റെ സിറപ്പ് ഒഴിച്ചപ്പോഴേ അഴുക്കൊക്കെ പൊങ്ങി വന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കോരി ഒഴിവാക്കാം. അല്ലേ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ വരുന്നത് കളറ് മാറി അതൊക്കെ ഒന്ന് ഒഴിവാക്കട്ടോ. 4 ഭാഗം അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പഞ്ചസാര പാനിക്ക് മാങ്ങൻ്റെ പുളി തട്ടിയപ്പോഴേ അതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നതാട്ടോ. ഇതൊക്കെ ഒന്ന് കോരി മാറ്റി നമുക്കൊന്ന് നല്ലോണം വറ്റിച്ചെടുക്കട്ടോ. ഒരു നൂൽ പരുവമാവുമ്പോൾ നമുക്കൊരു തണുത്തിട്ട് ഏതെങ്കിലും ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. ഐസ് ക്യൂബിൻ്റെ പാത്രത്തിലൊക്കെ അല്ലെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ ഒഴിച്ചേക്കട്ടോ. ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടു വെച്ചാൽ അതേപോലെ ഒഴിച്ച് വെക്കട്ടോ. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ.
വറ്റി വരണം കേട്ടോ. പരുവമാണ്, അതാണ് അതിൻ്റെ പാകം. അങ്ങനെ ഗേസ് ഞാൻ ഐസ് ക്യൂബിൽ ഒഴിച്ച് വെച്ചതൊക്കെ വളരെ സോഫ്റ്റായിട്ടോ കിട്ടിയത്. മുട്ടായിൻ്റെ അത്ര കട്ടിയിൽ കിട്ടിയില്ല, ഷേപ്പിൽ കിട്ടിയില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടി ആ പിന്നെ അതിൻ്റെ ആ കൂട്ടൊന്നും കൂടി മുറുക്കി നോക്കിട്ടോ. ഒന്നുകൂടി കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ് കൂടിയും വേവിച്ചു. അപ്പോൾ അത് ഈ ഇതിലാട്ടോ കിട്ടിയത്. ഇങ്ങനെ നമ്മൾ ഈ ചോക്ലേറ്റ് മുട്ടായിയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ കിട്ടിയിട്ടോ. നല്ല ബലം ഉണ്ടായിരുന്നു ഈമ്പി കഴിക്കാനൊക്കെ. ഇങ്ങനെ 2 വിധം മുട്ടായി ഉണ്ടാക്കിട്ടോ ഞാൻ. സോഫ്റ്റുള്ള മുട്ടായി ഉണ്ടാക്കി, ഡ്രൈ ആയ മുട്ടായി ഉണ്ടാക്കി. ഈ മുട്ടായി ആകുമ്പോൾ ശരിക്കും നമ്മൾ കോഫി മുട്ടായിൻ്റെ ഒക്കെ പോലെ തന്നെ കേട്ടോ, പക്ഷെ മാങ്ങൻ്റെ ടേസ്റ്റ് ആകാരം. അങ്ങനെ 2 വിധം മുട്ടായി ഉണ്ടാക്കിട്ടോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടാക്കണേ. താങ്ക്സ് ഫോർ വാച്ച്.